നത്തിങ് സീരിയസ്ലി എന്നടാ പണി വെച്ചിരിക്ക യൂണിബോഡി മെറ്റൽ ബിൽഡാണ് ജസ്റ്റ് ലൈക്ക് ഐഫോൺ 17 Pro Max. യൂണിബോഡി എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് സൈഡ് മൊത്തം ഒരൊറ്റ പീസ് മെറ്റലാണ്. സിമിലർ ആയിട്ടുള്ള ക്യാമറ ഹൗസിംഗ് ഫ്ലാറ്റ് ആണ്, ടേബിളിൽ വെക്കുമ്പോൾ വോബിൾ ചെയ്യുന്നില്ല. അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ട്രാൻസ്പെറൻസി കളഞ്ഞിട്ടില്ല. ഇവിടെയായിട്ട് നിങ്ങൾക്ക് സ്ക്രൂസും ഇന്റേണലി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ തൊടുന്ന സമയത്ത് ഭയങ്കര കോൾഡ് ആണ്. ഒരു AC മുറിയിലൊക്കെ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് പോയി വീണ്ടും എടുക്കുകയാണെങ്കിൽ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ഐഫോണിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ മാത്രം ഒരു ഗ്ലാസ് ഭാഗം കാണാൻ പറ്റും. അത് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫുള്ളി മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഇല്ല. ആൻഡ് ഓൾ മെറ്റൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം ആന്റണ ലൈൻസ് കാണാനായിട്ട് പറ്റും. ഈ താഴെയുള്ള ആന്റണ ലൈൻ കണ്ടപ്പോൾ എനിക്ക് ഐഫോൺ 7 ആണ് ഓർമ്മ വന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആന്റണ ലൈനുകളെല്ലാം ചെറിയ ചെറിയ കട്ടൗട്ട് ആയിട്ട് ഫ്രെയിമിലുണ്ടെങ്കിലും ഇത് മുഴുവനായിട്ട് ഫ്രണ്ടിൽ ഡിസ്പ്ലേയുടെ ചുറ്റുമായിട്ട് ഒരു ചെറിയ ആന്റണ ലൈനുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. ഈവൻ ആ ഒരു ക്യാമറ ഐലൻഡിന്റെ ചുറ്റും നിങ്ങൾക്ക് ആന്റണ ബാൻഡുകൾ കാണാം. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ആണ്. സൈഡിലായിട്ട് നിങ്ങൾക്ക് എസെൻഷ്യൽ കീ കാണാം. ഇത്തവണ അതെടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഉപകാരം. നേരത്തെ നമ്മൾ അറിയാതെ പവർ ബട്ടൺ പകരം അത് പ്രസ് ചെയ്യുന്നുണ്ടായി. ഈ ബാക്ക് സൈഡിൽ കാണുന്ന മുകളിലുള്ള ഈ വലിയ ക്യാമറയാണ് ഇവരുടെ 3.5x 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്. താഴെ ഈ ക്യാമറ പില്ലിനകത്ത് നിങ്ങൾക്ക് 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും ഉണ്ട്. ഈ ഹ്യൂജ് റൗണ്ട് കണ്ടു. ഇത് നമ്മുടെ ഗ്ലിഫ് മെട്രിക്സ് ആണ് നത്തിങ് ഫോൺ 3യിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത. ബട്ട് സർപ്രൈസിംഗ്ലി നത്തിങ് ഫോൺ 3യിലുള്ള ഗ്ലിഫ് മെട്രിക്സിനെക്കാളും ഇത് വലിപ്പം കൂടുതലാണ്. നത്തിങ് ഫോൺ 3യിലെ ഗ്ലിഫ് മെട്രിക്സിന്റെ LEDs ചെറുതായതുകൊണ്ട് കുറച്ച് കൂടുതൽ റെസൊല്യൂഷൻ തോന്നിക്കുമെങ്കിലും ഇതിനകത്ത് LEDs വലുതായതുകൊണ്ട് കുറച്ചുകൂടി ഒരു പിക്സലേറ്റഡ് ഫീൽ ആണ്. പക്ഷേ യുണീക്ക് ആണ്. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു ഗ്ലിഫ് മെട്രിക്സിനകത്ത് ഒരു ചെറിയ പ്രിവ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഗ്ലിഫ് ടോർച്ച് ആയിട്ട് ഉപയോഗിക്കാം. ഇത്തവണ LED വലിപ്പം കൂടുതലായതുകൊണ്ട് ബ്രൈറ്റ്നെസ് കൂടുതലാണ്. ബ്രൈറ്റ്നെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസിന്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ബാക്കിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു റെക്കോർഡിംഗ് ലൈറ്റും കാണാം. ആൻഡ് പല ആൾക്കാരും ചോദിച്ചു ഈ ലൈറ്റ് എപ്പോഴും ഉണ്ടാവുമെന്ന്. ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്യാമറ ആപ്ലിക്കേഷനിൽ ഓഫ് ആക്കാം. നത്തിങ് ഫോൺ 3യിലെ പോലെ ഗ്ലിഫിലുള്ള ഗ്ലിഫ് ടോയ്സ് സൈക്കിൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. CMF ഫോണുകളിൽ കാണുന്ന പോലെ ഈ ഒരു അറ്റത്ത് ചെറിയൊരു ബട്ടൺ പോലെ കണ്ടു. പക്ഷെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. ജസ്റ്റ് ഒരു ഡിസൈൻ എലിമെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഗ്ലിഫ് ടോയ്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഗ്ലിഫ് ടോയ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഗ്ലിഫ് ടോയ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ മൂഡിന്റെ ഫേസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലോക്ക് ആക്കാം. ബാറ്ററി, സോളാർ ക്ലോക്ക് കൂടാതെ പല ഗ്ലിഫ് ടോയ്സും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഫോൺ കമിഴ്ത്തി വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് എത്രയായി എന്നുള്ളത് കാണിക്കും. ഈവൻ കമിഴ്ന്നിരിക്കുമ്പോൾ സൈഡിലുള്ള എസെൻഷ്യൽ കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് നടക്കും. ആ റെക്കോർഡിംഗ് അവിടെ പോകുന്നത് കാണാൻ പറ്റും. ആൻഡ് ഫോൺ ഓൺ ആയിരിക്കുന്ന സമയത്താണ് എസെൻഷ്യൽ കീ പ്രസ് ചെയ്യുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയും അതിന്റെ കൂടെ നിങ്ങൾക്ക് വോയിസ് നോട്ടോ ടൈപ്പ് ചെയ്ത് നോട്ടോ ആഡ് ചെയ്യാം. എസെൻഷ്യൽ സ്പേസിലേക്ക് സേവ് ചെയ്യാൻ. നത്തിങ് OS 4.1 ആണ് ഇതിനകത്ത്. ആൻഡ് UIയുടെ കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഡിസൈൻ എസ്തെറ്റിക്സ് ലവ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള UI ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. യൂസ് ചെയ്യാൻ വളരെ സ്മൂത്ത് ആണ്. യാതൊരു ക്ലിച്ച് ലാഗ് ഒന്നും തന്നെ കണ്ടില്ല. ബട്ട് ഫോണിൽ ബ്ലോട്ട് വെയർസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡീഫോൾട്ട് ആയിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാൾ ആയി വന്നിരിക്കുന്നത് കണ്ടു. അത് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അല്ലാത്ത പക്ഷം വേറെ ആഡ്സും കാര്യങ്ങളൊന്നുമില്ല. ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് പുതിയ ക്ലോക്കുകൾ വന്നിട്ടുണ്ട്. നത്തിങ്ങിൻ്റെതായിട്ടുള്ള കുറേ അധികം വിഡ്ജറ്റ്സ് നമ്മളുടെ വിഡ്ജറ്റ് സെക്ഷനിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇഷ്ടം പോലെ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവർ ഒരു പ്രോപ്പർ പോക്കേമോൺ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു വിഡ്ജറ്റ് വരെ കണ്ടു. ശരി, ഡിസൈൻ കൊള്ളാം. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് ആൾക്കാർ കൂടുതലും ചോദിച്ചത് ഈ ഒരു പ്രൈസിന് ഇതിനകത്തുള്ള ക്യാമറ പെർഫോമൻസ് നല്ലതാണോ കമ്പയർ ടു ഈ പ്രൈസിൽ കിട്ടുന്ന പല ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺസ് വെച്ച് നോക്കുമ്പോൾ. എൻ്റെ യൂസിൽ എനിക്ക് തോന്നിയ മേജർ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഫ്രണ്ടിലുള്ള 32 മെഗാപിക്സൽ ക്യാമറയിലാണ്. സെൽഫീസ് അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സെൽഫി സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. സെൽഫീസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ക്യാമറയുടെ ട്യൂണിങ് മാറ്റിയിട്ടുണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് പ്രൈമറി ക്യാമറയിൽ നിന്നും എടുക്കാനായിട്ട് പറ്റുന്നത്. വളരെ പഞ്ചി അല്ല, എന്നാൽ വളരെ കോൺട്രാസ്റ്റ് കുറഞ്ഞതുമല്ല. ഒരു പെർഫെക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള എന്താണോ നമ്മൾ കാണുന്നത് ആ ഒരു രീതി റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് ആണ് എടുക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഇതിന്റെ ഹൈലൈറ്റ് 3.5x പോർട്രേറ്റ് ക്യാമറയാണ്. പോർട്രേറ്റ് ക്യാമറ എഡ്ജ് ഡിറ്റക്ഷൻ കൊള്ളാം. ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഡെപ്ത് കാണുന്നുണ്ട്. ആൻഡ് ഓവറോൾ 50 മെഗാപിക്സൽ ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അവർ 7x ലോസ്ലെസ് സൂം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 7xൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് അത്ര ലോസ്ലെസ് ഒന്നുമല്ല. ചെറിയ ലോസ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ 140xൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തരത്തിലാണ് കാണുന്നത്. ഇത് നിങ്ങൾ എവിടെ യൂസ് ചെയ്യും എന്ന് എനിക്കറിയില്ല. എന്നാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ന്യൂട്രൽ ടോൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിനകത്ത് ക്യാമറ ആപ്ലിക്കേഷനിൽ താഴെ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രീസെറ്റുകൾ കാണാൻ പറ്റും. അത് പല പല സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളർ ഫിൽറ്റേഴ്സ് ആണ്. എന്നാൽ ഒരേ ഒരു കാര്യം ഞാൻ കണ്ടത്, ഫോട്ടോ ഇപ്പോൾ ഒരു സാധനത്തിന് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 8 എണ്ണം കൺസിസ്റ്റന്റ് ആയിരിക്കും, 2 എണ്ണം ലേശം
അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അത് ഫിക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ ക്യാമറയിൽ ആ മൂന്നാമത്തെ ക്യാമറയും കൂടി 50 മെഗാ പിക്സൽ ആക്കായിരുന്നു. അത് സ്റ്റിൽ 8 മെഗാ പിക്സൽ ആണ്. ആൻഡ് ആ ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു പോരായ്മ ഡേ ലൈറ്റിൽ അത്രയ്ക്കങ്ങ് വിസിബിൾ അല്ല. എന്നാലും പ്രൈമറി ക്യാമറയും ടെലിഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നൈറ്റ് ടൈം ഫോട്ടോസ് വരുന്ന സമയത്ത് പ്രൈമറി ക്യാമറ ടെലിഫോട്ടോ ക്യാമറ ഡീസൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ അൾട്രാ വൈഡ് ക്യാമറ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇനി ബാക്ക് ക്യാമറയിലെ വീഡിയോസ് വളരെ സ്റ്റേബിൾ ആണ്, എസ്പെഷ്യലി പ്രൈമറി ക്യാമറയിലുള്ളത്. 4K 30 FPS നിങ്ങൾക്ക് പ്രൈമറി ക്യാമറയിലും 3.5x ടെലിഫോട്ടോ ക്യാമറയിലും ഷൂട്ട് ചെയ്യാം. എന്നാൽ അൾട്രാ വൈഡ് ക്യാമറയിൽ ജസ്റ്റ് 1080p 30 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. യെസ്, ഹാർഡ്വെയർ ലിമിറ്റേഷൻ 8 മെഗാ പിക്സൽ അല്ലേ? വെൽ, ഹാർഡ്വെയർ ലിമിറ്റേഷൻ ആണെങ്കിലും ഫ്രണ്ട് സെൽഫി ക്യാമറ 32 മെഗാ പിക്സൽ ആയിട്ടും അതിൽ 4K റെക്കോർഡിംഗ് കിട്ടുന്നില്ല. ആൻഡ് സെൽഫി വീഡിയോസ് ഫ്രണ്ട് ക്യാമറയിൽ 1080p 60 FPS ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. 4Kയുടെ ഓപ്ഷൻ കൊടുക്കാമായിരുന്നു, അത് കാണുന്നില്ല. നത്തിങ് അരക്കയിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോണാണ് എന്നാണ് പറയുന്നത്. 7.9 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ്. എന്നാൽ ഫോൺ മാത്രമല്ല, ഇതിന്റെ ബെസലും നത്തിങ് ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ബെസലുള്ള നത്തിങ് ഫോണാണ് എന്ന് അവകാശപ്പെടുന്നു. വെൽ, തീരെ ബെസൽ ഇല്ലാത്ത ഫോണാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ സെയിം പ്രൈസിൽ പിക്സൽ 10 ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ബെസൽ നോക്കുമ്പോൾ ഇത് ഒട്ടും ബെസൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് ഐ ഹാവ് ടു സേ, ഈ ഒരു 6.8 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, ഇത് 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. LTPO അല്ല, LTPS പാനലാണ്. എന്നിരുന്നാൽ പോലും ഔട്ട്ഡോറിൽ ബ്രൈറ്റ്നസിന് യാതൊരു കുഴപ്പമില്ല. പീക്ക് ബ്രൈറ്റ്നസ് 5000 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. പുറത്തൊക്കെ വെച്ച് നിങ്ങൾ ഫോൺ കാണുന്ന സമയത്ത് ടെക്സ്റ്റും വീഡിയോസും ഫോട്ടോസും എല്ലാം ക്ലിയർ ആണ്. ആൻഡ് ഓൾസോ ഇത്തവണ 1.5K റെസൊല്യൂഷൻ കൂടെയാണ്. ആൻഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ ഡീഫോൾട്ട് ആയിട്ട് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ IP റേറ്റിംഗിൽ ഇതിനകത്ത് IP68 IP69 അല്ല, IP65 റേറ്റഡ് ആണ്. ആൻഡ് ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 5900 mAh ബാറ്ററിയാണ്. അല്ല, അതൊക്കെ വളരെ വലിയ ബാറ്ററി ആണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ 7000 8000 9000 ഒക്കെ ഒരു ആവറേജ് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് വരുന്നുണ്ട്. 5900 mAh ഒരു ഡീസന്റ് ബാറ്ററി എന്ന് പറയാം. ബട്ട് ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ് ബാറ്ററി. കാര്യമായിട്ടുള്ള ബാറ്ററി ഡ്രെയിൻ ഒന്നുമില്ല. ഡെഫിനറ്റ്ലി 1.5 ഡേയ്സ് ഒക്കെ ലൈറ്റ് യൂസിൽ പോകും. 1 ഡേ സുഖമായിട്ട് നിങ്ങൾക്ക് നിൽക്കും. ബട്ട് യെസ്, നോട്ട് ഹാവിങ് എ ചാർജർ ഇൻ ദ ബോക്സ്. നത്തിങ് ഫോൺ 4A സീരീസിലെങ്കിലും ബോക്സിൽ ചാർജർ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? കേബിൾ ഉണ്ട്, നത്തിങ്ങിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു സിം എജക്ടർ ടൂൾ ഉണ്ട്, കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ആൻഡ് പേപ്പർ വർക്ക് ഉണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള TPU കേസ് ഉണ്ട്. 50 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 50 വാട്ട് ഓർ എബോവ് ആയിട്ടുള്ള PD ചാർജർ നിങ്ങളുടെ കയ്യിൽ വേണം. ആൻഡ് ഈ ഒരു ഫോണിനെ പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് ആണ്. ഡെഫിനറ്റ്ലി ഇത് നത്തിങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ല. ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ പോലും നത്തിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന 7 Gen 4 എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയാം. കാരണം AnTuTu സ്കോർ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1.5 മില്യൺ AnTuTu സ്കോർ വരുന്നുണ്ട്. ജസ്റ്റ് ഡീസെന്റ് ഫോർ ഡേ ടു ഡേ ടാസ്കുകൾ. ആൻഡ് UIയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ലാഗ്, ഗ്ലിച്ച്, ബഗ് ഒന്നും കണ്ടില്ല. ഈവൻ ഗെയിമിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് BGMA ഔട്ട് ഓഫ് ദ ബോക്സ് 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് കളിക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി 90 FPS കളിക്കാം. AnTuTu റൺ ചെയ്ത സമയത്ത് പോലും അധികം ഫോൺ ഹീറ്റ് ആവുന്നില്ല. എന്നും പറഞ്ഞ് ഫോൺ ഒട്ടും ഹീറ്റ് ആവില്ല എന്ന് ഞാൻ പറയില്ല. ഫോൺ നമ്മൾ ഔട്ട്ഡോറിൽ എസ്പെഷ്യലി ക്യാമറയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ബിക്കോസ് ഇറ്റ്സ് എ മെറ്റൽ ബോഡി, ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂളിംഗ് ഉള്ളതുകൊണ്ട് കൂടി ഹീറ്റ് പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബോഡി ചൂടാവും. ആൻഡ് മറ്റ് പ്ലാസ്റ്റിക് ബാക്കുള്ള ഫോണുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് കൂടുതൽ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റൽ ബാക്കാണ്, പെട്ടെന്ന് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് വേഗം കൂളാവുന്നുണ്ട്. സോ ഒട്ടും ഹീറ്റേ ആവില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ആൻഡ് 7 Gen 4 ഇസ് എ വെരി സ്റ്റേബിൾ ചിപ്സെറ്റ്. അത് ഹീറ്റിംഗ് ഉള്ള ചിപ്പൊന്നും അല്ല. സോ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് മാറാനാണ് നത്തിങ് ശ്രമിച്ചിരിക്കുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി നത്തിങ് ഫോൺ 4A വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് NFC ഗ്ലോബൽ വേർഷനിലുണ്ട്, ഇന്ത്യൻ വേർഷനിൽ ഇല്ല എന്ന്. ഇതിനകത്ത് NFC സപ്പോർട്ട് ഉണ്ട് ഇന്ത്യൻ വേർഷനിൽ. എന്നാൽ ഇന്ത്യയിൽ ഈ സിമ്മിൻ്റെ സപ്പോർട്ട് ഇല്ല. ഇനി സിമ്മിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നത്തിങ് ഫോണുകൾ മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൺ ചുമ്മാ വാങ്ങിച്ചിട്ട് സിം ഇടാതെ ഓണാക്കി ഉപയോഗിക്കാം എന്ന് വിചാരിക്കരുത്. ഇത് ഓണാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഒരു ഇന്ത്യൻ സിം, വാലിഡ് ആയിട്ടുള്ള, റീചാർജ് തീർന്ന സിമ്മൊന്നും പോരാ, വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. സോ ഇവിടെ നിന്ന് വാങ്ങി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വാങ്ങി അവിടെ പോയി ഓണാക്കി കഴിഞ്ഞിട്ട് ഇന്ത്യൻ സിം ആണ് എന്ന് പറഞ്ഞ് ഞെട്ടരുത്. ഡ്യുവൽ സിം കൂടാതെ നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. മുകളിൽ ഇയർ പീസാണ് സ്പീക്കർ, താഴെ ഇവിടെ സ്പീക്കർ ഉണ്ട്. വളരെ ലൗഡ് ആയിട്ടുള്ള സ്പീക്കർ ഒന്നും പറയില്ല, വളരെ മോശമൊന്നും പറയില്ല, ഡീസെന്റ് ആയിട്ടുള്ള സ്പീക്കർ പെർഫോമൻസ് ആണ്. ആൻഡ് നത്തിങ് ഫോണുകളിലെ ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ അത്ര ഉണ്ടായില്ല. ഇപ്പോൾ സെറ്റിംഗ്സിനകത്ത് ഇന്റലിജൻസ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ യൂസേജ് എത്രയാണ്, പിന്നെ എസെൻഷ്യൽ സ്പേസ്, എസെൻഷ്യൽ കീ, വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാനുള്ള വാൾപേപ്പർ സ്റ്റുഡിയോ ഉണ്ട്, എസെൻഷ്യൽ ന്യൂസ് ഇങ്ങനെ വായിച്ചു തരുന്നത്, ChatGPT വിഡ്ജറ്റ്, ഇതൊക്കെയാണ് ഉള്ളത്. ആൻഡ് ഗാലറിക്കകത്ത് നിങ്ങൾക്ക് പെഡസ്ട്രിയൻസ് ഒക്കെ എറേസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ റിഫ്ലക്ഷൻ എറേസറും മാത്രമാണ് ഫീച്ചറായിട്ട് കണ്ടത്.
ആൻഡ് ഗൂഗിൾ ജെമിനി ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഓൾസോ സർക്കിൾ ടു സെർച്ച് ഓപ്ഷനും അവൈലബിൾ ആണ്. പക്ഷേ ബേസ് വേരിയൻറ്റ് ഈ 39,000 രൂപയ്ക്ക് നിങ്ങൾ മേടിക്കുന്ന ബേസ് വേരിയൻറ്റ് 8GB 128GB സ്റ്റോറേജ് വെർഷനാണ്. സോ 256GB വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 42K ബാങ്ക് ഓഫറൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ല ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇതിനകത്ത് 3 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ്സ് ആണ് നത്തിങ് പ്രോമിസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 4a കണ്ടല്ലോ. നത്തിങ് ഫോൺ 4a കണ്ടു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3a പോലെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ നത്തിങ് ഫോൺ 2a പോലെ തന്നെ ഇരിക്കും. എന്തിന് നത്തിങ് ഫോൺ 1ൻ്റെ ഒരു DNA ഒക്കെ അതിനകത്തുണ്ട്. എന്നാൽ നത്തിങ് ഫോൺ 4a പ്രോയിൽ വരുന്ന സമയത്ത് ഇത് രണ്ട് യൂണിവേഴ്സിൽ നിന്ന് വന്ന പോലെ ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിനെ നത്തിങ് ഫോൺ 4a Pro എന്ന് വിളിച്ചൊന്നും മനസ്സിലാവണില്ല. കാരണം ഈ പുതിയ ഡിസൈൻ ലാംഗ്വേജിലേക്ക് വന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ നത്തിങ് ഫോൺ പ്രോ എന്ന് വേണമെങ്കിൽ വിളിക്കായിരുന്നു, അല്ലെങ്കിൽ നത്തിങ് ഫോൺ 1 Pro എന്ന് വിളിക്കായിരുന്നു. സോ ഇൻ ദ എൻഡ് ഇതൊരു വാല്യൂ ഫോർ മണി ഫോണാണോ എന്ന് ചോദിച്ചാൽ സത്യം പറയാലോ, നിങ്ങൾ ഈ വാല്യൂവിൻ്റെ നിങ്ങളുടെ ഡെഫിനേഷൻ എന്താണ് എന്നനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾ ഡിസൈനിനെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് OS, സ്മൂത്ത്നെസ്, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ട് തോന്നും. എന്നാൽ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫാസ്റ്റ് ആണെങ്കിലും ഇപ്പോഴും ഒപ്റ്റിക്കലാണ്, അത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആക്കിയിട്ടില്ല. സോ അത്തരത്തിൽ ഹാർഡ്വെയർ വൈസ് നിങ്ങളൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് അതർ ഓപ്ഷൻസ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഫീലും എക്സ്പീരിയൻസും അത് ഒന്ന് വേറെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളിത് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഈ ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്ര ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.